ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു ചിക്കൻ ചുക്ക റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടോ ഇല്ലെന്നൊക്കെ അവസാനം പറയാം. അപ്പോൾ എന്തായിരുന്നാലും ഞാൻ 1-2 വീഡിയോസൊക്കെ കണ്ടിട്ട് ചെയ്യുന്നൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ആദ്യം തന്നെ ഞാൻ കുറച്ച് ഉള്ളി ഒന്ന് പൊരിച്ച് വയ്ക്കണം. അതാണ് എൻ്റെ ഒരു മെയിൻ ഘടകമെന്ന് പറയുന്നത്. അപ്പോൾ അതാ ഒരു ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് നിറയെ തന്നെ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതിലേക്ക് ഒരു 4 സവാളാണ് ഞാൻ സ്ലൈസ് ആക്കിയത്. അതായത് ഒരു 1.5 കിലോ ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു 4 സവാള ഞാൻ എടുത്തത്. അത്യാവശ്യം വലിപ്പമുള്ളതായിരുന്നു. അതൊന്ന് സ്ലൈസ് ആക്കിയതാണ്. അതെടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തൊന്നെടുക്കാം. നല്ല രീതിയിൽ തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കണേ. ഒരുപാട് എന്നാൽ കരിഞ്ഞു പോവുകയും ചെയ്യരുത്. അപ്പം ഒരു പാകത്തിനൊന്ന് ഫ്രൈ ആക്കിയിട്ടൊന്ന് എടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഒരുപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടിക്കോളും. അപ്പോൾ അതൊന്ന് ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് അവർ പറയുന്ന റെസിപ്പിയിലൊക്കെ ആണെങ്കിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് മാത്രമാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 10-12ഓളം ചെറിയ ഉള്ളിയും 3 വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. 4-5 പച്ചമുളകും ഒരു പീസ് ഇഞ്ചി ഇത്രയും കൂടെ ഒന്ന് തൊലി കളഞ്ഞ് ചതച്ചെടുത്താണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള 1.5 കിലോ ചിക്കനിലോട്ട് ചതച്ചെടുത്തിട്ടുള്ള ഒരു കൂട്ടും, പിന്നെ പൊടികളായിട്ട് ഒരു 1-2 ടേബിൾ സ്പൂണോളം കാശ്മീരി പ്ലസ് നോർമൽ ചില്ലി പൗഡറും, ഒരു 2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടേ പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ടൊന്ന് മാറ്റിക്കും. 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണേ. എല്ലാം കൂടെ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്മി ഒന്ന് യോജിപ്പിച്ചിട്ടൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പം അവർ ഉള്ളി ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ടേ ഇതിൽ ചെറുതായിട്ടൊന്ന് മസാല പിടിച്ച് കിട്ടുകയും ചെയ്യും. അപ്പം എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അതാ സവാള ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമല്ല, കുറച്ചും കൂടെ ഒന്ന് ഫ്രൈ, ഒരു ഗോൾഡൻ കളറാണ് കേട്ടോ. അതുവരെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നന്നായിട്ടൊന്ന് കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റാം. ഇനി ഇതിൽ കൂടുതൽ മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പാകം മതി. അപ്പോൾ ഇത്രയും കൂടെ ഒന്ന് വറുത്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഉള്ളിയെല്ലാം ഞാൻ ഒന്ന് പൊരിച്ചത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ സെയിം ഓയിലിലേക്ക് തന്നെ നമുക്കിനി ആ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ എല്ലാം മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ അടച്ചു വെച്ചൊന്ന് വേവിച്ചതിന് ശേഷം ആ ഒരു ചിക്കൻ നിറങ്ങിയ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ടൊന്ന് വരട്ടി ഒന്ന് എടുത്താലും മതിയാകും. അപ്പം ഇത് മൊത്തത്തിൽ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു ചിക്കൻ ഫുള്ളായിട്ട്. ഞാൻ ചിക്കൻ ഫുള്ളായിട്ട് ഇതിലേക്ക് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് അടപ്പുകൊണ്ട് അടച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതായത് നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കണമല്ലോ, അതുകൊണ്ട് തന്നെ അടപ്പുകൊണ്ടൊന്ന് അടച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ അങ്ങ് വയ്ക്കാം കേട്ടോ. അപ്പോൾ നല്ല കട്ടിയുള്ള പാത്രമാണ്, പെട്ടെന്ന് അങ്ങനെ അടുക്കി പിടിക്കത്തുമില്ല. ഇടയ്ക്കിടയ്ക്കൊന്ന് അടപ്പ് മാറ്റിയിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മൾ അടച്ച് വയ്ക്കുമ്പോൾ തന്നെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ആ ഒരു വെള്ളത്തിൽ നിന്ന് ചിക്കൻ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിക്കോളും. അപ്പോൾ ഇടയ്ക്ക് മാത്രം ഒന്ന് അടപ്പൊന്നൊരു 5-10 മിനിറ്റ് ഇടവിട്ട് അടപ്പൊന്ന് മാറ്റി നന്നായിട്ട് അടി താഴ്ത്തിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. അപ്പോൾ ഒന്ന് എല്ലാം ഒന്ന് ഇളക്കി ഒന്ന് വെച്ചതിന് ശേഷം ഞാൻ അത് വീണ്ടും അടപ്പുകൊണ്ട് അടച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ചിക്കനിലുള്ള എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് ആ ഒരു മസാലയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പം ചിക്കനൊന്ന് ഏകദേശം നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ട്. ആ ഒരു കറിക്കും നല്ലൊരു സ്മെല്ലും ഫ്ലേവർക്ക് ഈ ഒരു ടൈമിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതുവരെ എല്ലാം ഓക്കെ ആയിരുന്നു. ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ്റെ ആ ഒരു കറി ഗ്രേവി എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഗ്രേവിക്ക് അത്യാവശ്യം നമ്മൾ സാധാരണ തയ്യാറാക്കുന്നത് പോലെ തന്നെ ഒരു നല്ലൊരു ടേസ്റ്റും ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എക്സ്ട്രാ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. അല്ലെങ്കിൽ ഒരു കുറച്ചൊന്ന് ഗ്രേവി പോലെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളത്തോട് കൊടുത്തിട്ട് നമുക്കിനി എടുത്താലും മതിയാകും കേട്ടോ. അപ്പോൾ ആ ചിക്കനൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇതുവരെ എല്ലാം ഓക്കെ ആയിരുന്നു. നല്ല ടേസ്റ്റും ഫ്ലേവറും കാര്യങ്ങളൊക്കെ പക്കായിരുന്നു കേട്ടോ. ഈ ഒരു ടൈം എത്തിയ സമയത്താണ് മൊത്തത്തിൽ കറിയുടെ സ്വഭാവവും മാറി, ചിക്കൻ്റെ ടേസ്റ്റും പോയി. എന്തോ പോലെ എനിക്ക് എന്തെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അറിഞ്ഞൂടെ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ എനിക്കിത് മുന്നേ എനിക്കൊരു റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ താല്പര്യമില്ല. എന്നാൽ ഉള്ളി പൊരിച്ച് നമ്മൾ ചിലപ്പം കറികളിൽ ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ടേസ്റ്റ് മാറാനുള്ള ഇത് കാണും. എന്തായാലും അതിനൊരു വ്യത്യാസം വരുമെന്ന് എനിക്കൊരു മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ ചുക്ക അങ്ങനെ ട്രൈ ചെയ്യാതെ വെച്ചിരുന്നൊരു സംഭവമായിരുന്നു കേട്ടോ. അതേസമയം ഞാൻ ഉള്ളി ഉണ്ടല്ലോ, നമ്മൾ സാധാരണ സവാള ഇങ്ങനെ ഫ്രൈ ആക്കാതെ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് ഇങ്ങനെ ചിക്കൻ വേവിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് അങ്ങനെ തയ്യാറാക്കാറുണ്ട് കേട്ടോ. ഞാൻ സാധാരണ അങ്ങനെയാണ് ചിക്കൻ ചുക്ക എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്നതിന്. അപ്പോൾ അത് എനിക്ക് ഓക്കെ, അതിൻ്റെ ടേസ്റ്റും കറക്റ്റ് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഫ്ലേവറൊക്കെ നല്ലതായിരുന്നു കേട്ടോ. പക്ഷേ ഒരു ഉള്ളി പൊരിച്ചിട്ട് ഇതിനകത്ത് ഇട്ടപ്പോണ്ടല്ലോ ചിക്കൻ്റെ ടേസ്റ്റും മാറി,
കറിക്കുള്ള ഫ്ലേവറും പോയി മൊത്തത്തിൽ എന്തോ പോലെ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഈ ചിക്കൻ ചുക്ക തയ്യാറാക്കി നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായിട്ടുണ്ടോ ഇല്ല എന്നുള്ള താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം, അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം എനിക്കിത് എന്തോ പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അങ്ങനെ വീട്ടിലും ആർക്കും അധികം അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. കാണാനൊക്കെ നല്ല ഒടുക്കത്തെ ലുക്കാണ് ഈ ഒരു ചിക്കൻ ചുക്കയ്ക്ക്. പക്ഷേ ആ ഒരു ടേസ്റ്റ് വന്നിട്ട് ഭയങ്കര ബോറായിരുന്നു. ഒട്ടും ടേസ്റ്റ് ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ ഞാൻ ഉപ്പിൻ്റെ കുറവാണോ എന്തൊക്കെ എനിക്ക് തോന്നി. പിന്നെ ഉപ്പൊക്കെ ഇട്ടൊക്കെ നോക്കി, എന്നിട്ടും എനിക്കെന്ന് എന്തോ അതങ്ങ് അത്രയ്ക്ക് അങ്ങ് സെറ്റ് ചെയ്യാൻ വന്നില്ല കേട്ടോ. പിന്നെ ഞാൻ അവസാനം കുറച്ച് മല്ലിയിലേക്ക് അങ്ങ് ഇട്ട് ഇനിയിപ്പോൾ എന്തായാലും കളയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. കുറച്ചൊക്കെ കഴിച്ചു. കുറച്ച് പിന്നെ നമ്മുടെ വീട്ടിലെ പൂച്ചയ്ക്കായിരുന്നു കേട്ടോ, നല്ല കുശാലായിരുന്നു 2 ദിവസത്തേക്ക്. അവൻ നല്ല വൃത്തിയായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ ഒരു ചിക്കൻ ചുക്കയുടെ റെസിപ്പി. അപ്പം ആരുടെ ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നൊന്നും പറയുന്നില്ല. ട്രൈ ചെയ്യാൻ ഇനി താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. വെറുതെ നമ്മൾ അവർ ഉള്ളി പൊരിച്ചിടുന്നതിന് പകരം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഉള്ളി ജസ്റ്റ് ഒന്ന് 2 സവാളൊക്കെ മതിയാകും തോന്നുന്നു. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഉടച്ചിട്ട് അതിന് മുകളിലേക്ക് വെച്ചിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താലും അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലേവറും ടേസ്റ്റൊക്കെ നന്നായിട്ട് തന്നെ കിട്ടും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ചിക്കൻ ചുക്കയ്ക്ക് ഒരു 10ന് 2 അത്രയും മതി എന്നാണ് തോന്നുന്നത്. വലിയ ടേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല. കാരണം ചിക്കന് കുഴപ്പമുണ്ടോ ഇല്ലേന്ന് അറിഞ്ഞൂടാ. കാരണം നമ്മൾ ആദ്യം അവർ മസാല പുരട്ടി ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കുന്ന സമയത്ത് നല്ല ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ആ ഒരു ഗ്രേവിക്ക് ഉണ്ടായിരുന്നല്ലോ. ചിക്കന് കുഴപ്പം വരാനുള്ള സാധ്യതയില്ല. അവർ പൊരിച്ച ഉള്ളി ഇട്ടതിന് ശേഷമാണ് കേട്ടോ മൊത്തത്തിൽ ആ ഒരു ടേസ്റ്റും സ്മെല്ലൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ മാറിപ്പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ രാത്രി ഡിന്നറിന് വേണ്ടി തയ്യാറാക്കിയതാണ് ചപ്പാത്തിയും പിന്നെ ഒരു ചിക്കൻ ചുക്കയും. അതിന് കളയാൻ മടിച്ചിട്ട് പിന്നെ കഴിച്ചു, ബാക്കി പൂച്ചയ്ക്കും കൊടുത്തു. അപ്പോൾ ഇത്രയുള്ള റെസിപ്പി വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും.